കൊളസ്ട്രോൾ എന്ന് പറയുന്ന വലിയൊരു അസുഖത്തിൽ ഉഴലുന്ന ആൾക്കാരാണോ നിങ്ങൾ? അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, പ്രായഭേദമന്യേ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങൾ, നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കൊളസ്ട്രോൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 30 വയസ്സിനും താഴെയാണെങ്കിലും ചില മനുഷ്യർക്ക്, ചില പിള്ളേർക്കൊക്കെ ആണെങ്കിലും, അതിന് മുകളിലോട്ടാണെങ്കിലും ആൾക്കാർക്ക് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് നമുക്ക് കൊളസ്ട്രോൾ വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മുടെ ആഹാര രീതി, ഇതൊക്കെയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു അസുഖം നമ്മളെ പിടിപെടുത്തുന്നത്. അത് ഫസ്റ്റിലെ തന്നെ ഞാൻ പറയാം. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് അടിഞ്ഞിട്ട് നമ്മുടെ രക്തക്കുഴലുകളിൽ, അല്ലെന്നുടെ അങ്ങനത്തെ ഇതിൽ നമ്മുടെ ബോഡിയിലോട്ടൊക്കെ വ്യാപിക്കുന്ന കൊഴുപ്പിനെയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഈ കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോളും ഉണ്ട്, ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. LDL കൊളസ്ട്രോൾ ആണെന്നുണ്ടെങ്കിൽ അത് ചീത്ത കൊളസ്ട്രോൾ ആയിരിക്കും, HDL ആണെങ്കിൽ അത് നല്ല കൊളസ്ട്രോൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ LDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഈ ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ലൈഫിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ കഴിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഉണ്ട്. അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് കണ്ടോ, കുക്കുംബർ. ഇത് നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളുടെ ആഹാരത്തിൽ നിങ്ങൾ ഒരു നേരത്തെ ആഹാരമായിട്ട് നിങ്ങൾ കുക്കുംബർ മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം. ഇതിൽ ഒരുപാട് വെള്ളത്തിൻ്റെതായിട്ടുള്ള അംശമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു പച്ചക്കറി വിഭാഗമാണ് ഈ കുക്കുംബർ. ഇതിൽ ഒരുപാട് ഫൈബർ കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോഴോ ചെയ്തതിന് ശേഷമോ നിങ്ങൾ ഇത് കട്ടായിട്ട് പീസായിട്ട് അരിഞ്ഞു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഫൈബർ കണ്ടൻറ്റ് ഒരുപാടുള്ള ഒരു ഭക്ഷണമാണ് കുക്കുംബർ. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞാൽ, കൊളസ്ട്രോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് യൂസ് ചെയ്യണം. പിന്നെ അടുത്ത വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റാണ്. ക്യാരറ്റ് ദിവസവും നമ്മൾ രാവിലെ പോകുന്ന സമയത്തോ അല്ല വൈകുന്നേരങ്ങളിലോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതിനെക്കാട്ടിലും കൂടുതൽ ഇതിനും ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഒരു പച്ചക്കറി വിഭാഗമാണ് ഇത്. അതുകൊണ്ടൊക്കെ നമുക്ക് മുഖത്തൊക്കെ നല്ല നിറം വെക്കാനും ശരീരത്തെ നിറം വെക്കാനും വൈറ്റമിൻ സി, വൈറ്റമിൻസ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് ഒരു ഭക്ഷ്യ വിഭാഗമാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. ഇതും നിങ്ങൾ യൂസ് ചെയ്യുക, ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം വരാൻ ചാൻസില്ല. ഡെയിലി ഒരെണ്ണം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കൊളസ്ട്രോൾ എന്ന് പറയുന്നൊരു പ്രശ്നം കുറയ്ക്കാൻ പച്ചക്കറി തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻസ്. അടുത്തത് ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അടുത്തത് പറഞ്ഞാൽ തക്കാളിയാണ്. ഈ തക്കാളി ഇതെല്ലാം ഞാൻ പച്ചയ്ക്ക് കഴിക്കുന്ന സാധനങ്ങളാണ്. പച്ചയ്ക്കാണ് ഞാൻ കഴിക്കാറുള്ളത്. എനിക്ക് നല്ല കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. കൊളസ്ട്രോൾ കൂടി നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ്, കുളിച്ചുള്ളതാണ് ഈ തൊണ്ടയിലെ പ്രശ്നം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, പോട്ടെ. അപ്പം ഈ സംഭവം നമ്മൾ ഉപയോഗിക്കുക. ചിലർ പറയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ, ഈ തക്കാളിപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ യൂറിൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് വരും, മൂത്രത്തിൽ കല്ല് എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരും എന്ന് പറയും. ശരിയാണ്. ചിലർക്ക് വളരെ കുറച്ച് ചില ആൾക്കാർക്ക് മൂത്രത്തിൽ കല്ലിൻ്റെ പ്രശ്നം വരാൻ ചാൻസ് കൂടുതലാണ് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. എങ്കിലും ചില ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, നല്ല നല്ല ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഇത് കഴിക്കണം എന്നുള്ളത്. ഇതിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള വൈറ്റമിൻസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വെച്ച കാര്യമല്ല, പല ഡോക്ടേഴ്സും പറയുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങളുടെ ഭക്ഷണം വൈകിട്ട് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ചോറ് കാര്യങ്ങളൊന്നും വാരി കഴിക്കാൻ നോക്കാതെ ഇത്രയും 3 സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് വയറ് നിറയുന്നതായിരിക്കും. വയറ് പറയുന്നത് മാത്രമല്ല, ഇത് ദഹിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പതുക്കെ ഇതിൻ്റെ പ്രോട്ടീൻസ്, ഇതിനുള്ള വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് പതുക്കെ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിലോട്ട് വലിച്ചെടുക്കുക. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പും ഉണ്ടായിരിക്കത്തില്ല, നമുക്ക് ഇതിൻ്റെ പ്രോട്ടീൻസ് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ മലബന്ധ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും മാറും. ഇതൊക്കെ നല്ല വെള്ളത്തിൻ്റെ കണ്ടൻസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇതും അതുപോലെ തന്നെ ഇതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. എല്ലാ ഗുണങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസാണ്. ഫുഡല്ല, പച്ചക്കറി വിഭവങ്ങളാണ് ഇത്. പിന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സ്, കൈതച്ചക്ക, അതുപോലൊക്കെ നമുക്ക് ദോഷം ചെയ്യാത്തതായിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് വിഭാഗങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അത് മാത്രമല്ല, പിന്നെ നമുക്ക് ഇരുമ്പം പുളി എന്ന് പറയുന്നൊരു പുളിയുണ്ട്. ഭയങ്കര പുളിയൊക്കെയുള്ള ഒരു പുളി. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ
ഈ ബ്ലഡ് കട്ടി കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോളിൻ്റെ സാധ്യതകളും കുറയ്ക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ രാവിലെ കഴിക്കുന്ന സമയത്ത് ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഗോതമ്പ് സംബന്ധമായിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമുക്ക് ഓട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വേവിച്ച് കഴിക്കാൻ നോക്കുക. അതിൽ പുട്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. പിന്നെ വെള്ളയരി കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വെള്ളയരി കഴിക്കാതെ ഞാനിത് കുറേ പഠനങ്ങൾ നടത്തിയതിന് ശേഷമാണ് കേട്ടോ ഇത് പറയുന്നത്. ഞാൻ എൻ്റെ സ്വന്തം കാര്യം പറയുന്നതല്ല, പലരും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യത്തിൻ്റെ പുറത്താണ് ഞാൻ പറയുന്നത്. പല ഡോക്ടേഴ്സും പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പച്ചക്കറി കഴിവതും നന്നായിട്ട് കഴുകി കഴിക്കാൻ പറ്റുമെങ്കിൽ പച്ചക്കറി ഐറ്റംസ് കഴിക്കുക. ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അരി ആഹാരം കഴിക്കണം എന്ന് നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ തവിട് ചേർന്നിട്ടുള്ള റെഡ് കളറുള്ള കുത്തരി ഉണക്കത്തിലെ അരികൾ നിങ്ങൾ ചോറായിട്ട് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് കഴിക്കരുതായിട്ട് കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ സിംറ്റംസ് കാണിക്കുന്ന വ്യക്തികൾ കഴിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഫുഡ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറുത്തത് പൊരിച്ചത് ആയിട്ടുള്ള ഐറ്റംസ് പാടെ ഒഴിവാക്കിക്കോളുക. അതായത് നമ്മുടെ വട, ഉഴുന്നുവട, പരിപ്പ് വട, മറിച്ച് ഈ കോരി വറുത്തുണ്ടാക്കുന്ന ഉപ്പേരി ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കിക്കോളുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന അത്ര സേഫായിട്ടുള്ള കാര്യമൊന്നുമില്ല, അതും ഒഴിവാക്കി വിട്ടേക്കുക. നെക്സ്റ്റ്, മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കോളൂ. അത്യാവശ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമുക്കൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കണമെന്ന് വെച്ചാൽ ചായയൊക്കെ കുടിക്കാൻ സാധിക്കും. നിങ്ങൾ ഡെയിലി പഞ്ചാര ഉപയോഗിച്ചിട്ടുള്ള സംഭവം അല്ലെങ്കിൽ മധുരം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കിയേക്കുക. കാരണം ഈ പ്രത്യേകിച്ച് നമുക്ക് ഈ കടകളിലൊക്കെ കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഈ 10 രൂപയ്ക്കൊക്കെ കിട്ടുന്ന, ഞാനിത് സ്ഥിരമായിട്ട് കുടിക്കുമായിരുന്നു. 10 രൂപയ്ക്ക് കിട്ടുന്ന വെള്ളം, മീൻസ് കൊക്കോകോള, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ മാംഗോ ഫ്രൂട്ട്, മറ്റേ എന്താ പറയുന്നത് 7up, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ കുറേ കുടിക്കുമായിരുന്നു. അപ്പോൾ അത് കുടിച്ച കാരണം കൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വന്നത്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു ഘടകം അതിനകത്തുണ്ട്. മധുരം ചേർക്കാൻ വേണ്ടിയിട്ടുള്ള, മധുരം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചേർക്കുന്നൊരു സംഭവമാണ്. ഈ സാധനം നമ്മളെ കരളിനെ നല്ലതായിട്ട് ബാധിക്കും. സോ മധുരം ചേർത്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാക്സിമം ഒഴിവാക്കിക്കോളൂ. അത് ഈ കടയിൽ നിന്ന് കിട്ടുന്ന മുട്ടായി ആണെങ്കിൽ പോലും നിങ്ങൾ കഴിക്കാൻ വേണ്ടി നിൽക്കില്ല. ഇപ്പോൾ ചിലപ്പോൾ ഞാനിതെല്ലാം കഴിക്കുന്നുണ്ടല്ലോ എനിക്ക് പ്രശ്നമില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഞാനിത് കണക്ക് തന്നെയായിരുന്നു. കൈ കിട്ടുന്ന എല്ലാ സാധനവും കഴിക്കുമായിരുന്നു. എണ്ണ പലഹാരങ്ങൾ, ഫ്രൂട്ട്സ്, അല്ലെ ഫ്രൂട്ട്സ് പോട്ടെ, മധുരമുള്ള സാധനങ്ങളെല്ലാം കഴിക്കുമായിരുന്നു. അവസാനം ഈ പണി കിട്ടി. നെഞ്ചിൽ വേദന, ഇവിടെ വിലക്കം, ഉറക്കം, എല്ലാവരും ഗ്യാസ് ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. ഗ്യാസ് അല്ല, ഗ്യാസിൻ്റെ പ്രശ്നം വളരെ കുറവാണ്. ഗ്യാസ് ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. ഗ്യാസ് ആയിരിക്കത്തില്ല, കൊളസ്ട്രോൾ ആയിരിക്കും. നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് കൊളസ്ട്രോളാണ് എന്നുള്ള കാര്യം. അപ്പം കൊളസ്ട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ 2 രീതിയിൽ ചെയ്യും. നോർമലി കൊളസ്ട്രോൾ ചെയ്യാൻ പറ്റും, വില കുറവാണ്, 110 രൂപയ്ക്ക് അങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. 500 രൂപ, 300, 350 രൂപയ്ക്ക് കൊളസ്ട്രോൾ പലയിടത്തും പല റേറ്റാണ്, പല ലാബിലും ഫുള്ളായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കൊളസ്ട്രോളാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളാണോ, നല്ല കൊളസ്ട്രോളാണോ കൂടുതലെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയുള്ള ഫുൾ ചെക്കപ്പ് നടത്തുക. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നടത്താൻ പറ്റും. അതിനുശേഷം നിങ്ങൾ നല്ല രീതിക്ക് എക്സസൈസ് ചെയ്യുക. അതിനുശേഷം ഇതുപോലുള്ള പച്ചക്കറി വിഭവങ്ങൾ വൈകിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ വിശപ്പ് മാറാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ പകുതി വിശപ്പ് മാറും. നിങ്ങൾ ചിക്കൻ വറുത്തത് ഒഴിവാക്കേണ്ട ഫുഡ് ഞാൻ പറഞ്ഞുതരാം. ചിക്കൻ വറുത്തത്, മറ്റേ മീൻ വറുത്തത്, അതുകൊണ്ട് പപ്പടം പൊരിച്ചത്, അതുപോലൊക്കെയുള്ള എന്താ പറയുന്നത് ഈ വട, അങ്ങനത്തെ ഐറ്റംസ്, വട, പരിപ്പ് വട, ഉഴുന്നുവട, നെയ്യപ്പം, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ തീരെ ഒഴിവാക്കി വിട്ടേക്കുക. പിന്നെ ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ചേരുന്ന എന്താ പറയുന്നത് നമ്മുടെ ഈ വെള്ളമില്ലേ, അത് ഒഴിവാക്കുക. പിന്നെ കടയിൽ നിന്ന് കിട്ടുന്ന മിച്ചർ, പക്കാവട, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഒഴിവാക്കി വിട്ടേക്കുക. നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും ഇതിനോട് യോജിച്ച് പോകാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് പോകാൻ ഭയങ്കര പാടായിരിക്കും. ഇങ്ങനൊരു പ്രശ്നം വന്ന് ഇങ്ങനത്തെ പ്രോബ്ലംസ് അനുഭവിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്കിതൊരു ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ പതിയെ ഇതൊക്കെ തന്നെ ഉപയോഗിച്ച് തുടങ്ങുന്നതായിരിക്കും. അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമുക്കതൊരു ശീലമാക്കിയിട്ട് എടുക്കാൻ സാധിക്കും. പിന്നെ കഴിവതും നിങ്ങൾ മധുരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന്, അല്ല നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് മാറ്റി നിർത്തി ഒരു 1-2 മാസം കഴിയുമ്പോൾ നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കൊളസ്ട്രോൾ എന്തായാലും ഒരു നോർമൽ, അല്ലെങ്കിൽ അതിനെക്കൊണ്ട് ഇച്ചിരി കൂടുതലായിരിക്കും, ചിലപ്പോൾ ഇച്ചിരി കുറവായിരിക്കും, എന്തായാലും നോർമലായിരിക്കും. നിങ്ങൾ കഴിവതും പച്ചക്കറി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ല പച്ചക്കറി തന്നെ മേടിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, മത്തങ്ങ, പിന്നെ
ഫൈബർ കണ്ടൻസ് ഉള്ള ഭക്ഷ്യവിഭവങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. എന്ത് മേടിച്ചാലും അതിൽ ബെറ്റർ ഓപ്ഷൻ കോവയ്ക്ക, പാവയ്ക്ക, ഇതൊക്കെ നമുക്ക് പച്ചയ്ക്ക്, പാവയ്ക്കല്ല സോറി, കോവയ്ക്ക, നെല്ലിക്ക, അതുപോലെ വെണ്ടയ്ക്ക, ഇതൊക്കെ നമുക്ക് പച്ചയ്ക്കും കഴിക്കാം. അതല്ല ഇനി തോരൻ വെച്ചിട്ടാണെങ്കിലും കഴിക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മീനൊക്കെ കഴിക്കണം നിർബന്ധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കൊളസ്ട്രോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഈ മീനൊക്കെ നിങ്ങൾ മത്തി, അതുകൊണ്ടൊക്കെ ഈ കൊച്ചു കുഞ്ഞു മീനുണ്ടല്ലോ, ഈ കണവ, അങ്ങനത്തെ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ മീനുകളൊക്കെ നിങ്ങൾ തോരൻ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കഴിവതും ഈ ഷെല്ലുള്ള ഐറ്റംസ്, മീൻസ് ഈ ഞണ്ട് അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞണ്ട്, ഇങ്ങനെ കക്ക, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കിക്കോ. അത് നല്ലതല്ല, ഞാൻ പറഞ്ഞതല്ല, ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ല ഫുഡ്, നല്ല ക്വാളിറ്റിയുള്ള ഇങ്ങനത്തെ ഫുഡ്. പണ്ടുള്ള ആൾക്കാർക്ക് കൊളസ്ട്രോൾ ഇല്ലായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഇപ്പം നമ്മളെ പോണക്കുള്ള ഈ ഒരു ജനറേഷനുള്ള ആൾക്കാർക്ക് കൊളസ്ട്രോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളാണ്, നമ്മുടെ ജീവിതശൈലിയുടെ പ്രശ്നങ്ങളാണ്, എക്സസൈസ് കുറവ്, ഫുഡിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫുഡ് കൺട്രോൾ ചെയ്യുക. ഫസ്റ്റ് നോക്കുക, എക്സസൈസ് മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ കടയിൽ നിന്ന് പുറത്തുനിന്ന് ഒരു ഫുഡും മേടിച്ച് കഴിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ വെക്കുമ്പോൾ തന്നെ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നൊരു പ്രശ്നം നിങ്ങൾക്ക് പാടെ മാറി കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ നോർമലാവുന്നതായിരിക്കും. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് അടുത്തതും വരുന്നതായിരിക്കും. ലൈക്ക് ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള ഈ ചാനലിൻ്റെ ഉയർച്ചയ്ക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ. സോ അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അത്ര എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ, അത് ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇനി അടുത്ത ഓരോ ദിവസങ്ങൾ ഇതുപോലത്തെ ഓരോ ടിപ്പ്, അല്ലാതെ ഓരോ രോഗങ്ങളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസ് ഇടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.